നമസ്കാരം. 1978 മാർച്ച് മോസ്കോ ഏതാണ്ട് തണുത്തുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. വിന്ററാണ്. മോസ്കോയിലെ അമേരിക്കൻ എംബസിയുടെ 7ാമത്തെ നിലയിൽ ജനാലകളില്ലാത്ത തന്റെ മുറിയിൽ വളരെ അക്ഷമയോടുകൂടി ഗസ് ഹാത്തവേ ചില ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോസ്കോയിലുള്ള അമേരിക്കൻ എംബസിയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ജോലി എന്തു തന്നെയാണെങ്കിലും ചിലരെല്ലാം CIA റിക്രൂട്ട് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ NSA റിക്രൂട്ട് ചെയ്യുന്നതോ ആയിരിക്കും. നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആ ആളുകളെ കേസ് ഓഫീസേഴ്സ് എന്നാണ് സാധാരണ വിളിക്കുക. ആ കേസ് ഓഫീസേഴ്സ് വളരെ ശ്രദ്ധാപൂർവം റഷ്യയിൽ തലങ്ങും വിലങ്ങും ഏജന്റുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഏജന്റുകളെ വിളിക്കുക അസറ്റ് എന്നാണ്. റഷ്യക്കാരായ ആളുകളെ അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കാനായി റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ നാളത്തെ നിരന്തരമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ഈ കേസ് ഓഫീസറായി നിയമിക്കപ്പെടുന്ന ആള് അസറ്റായി കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന അസറ്റുകളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ US ലഭിക്കാറുണ്ട്. USSRന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് അസറ്റുകളായി കേസ് ഓഫീസേഴ്സ് റിക്രൂട്ട് ചെയ്യുന്നത്. ചിലരൊക്കെ ഏറ്റവും അത്യന്താധുനികമായ പ്ലെയിനുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചിലരൊക്കെ റിസർച്ച് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞരാണ്. ചിലർ വളരെ വളരെ തന്ത്രപ്രധാനമായ ഔദ്യോഗിക പൊസിഷനുകളിലുള്ള ആളുകളുടെ തൊട്ടടുത്ത ആളായിരിക്കും. ഇവരെയൊക്കെ വളരെ ശ്രദ്ധിച്ച് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഈ കേസ് ഓഫീസേഴ്സിന് സ്വാഭാവികമായിട്ടും നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിലും അതുപോലെ CIA ഒരു മേൽക്കോയ്മയുണ്ട്. CIA-യും NSA-യും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രഹസ്യങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതു രാജ്യത്തിന്റെയും വളരെ വേണ്ടപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുവാൻ US പറ്റും. ആ വിവരശേഖരണം നടത്തുന്ന നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിലെയും CIA-യിലെയും ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അതല്ലാതെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്തുന്ന മറ്റൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ CIA-യിൽ വേറൊരു ടീമാണ്. അതുപോലെ NSA-യിലും ആ ടീമുണ്ട്. ഈ രണ്ട് ടീമിനും ഉള്ളതിനേക്കാൾ മേൽക്കൈ 70കളിൽ മനുഷ്യരെ ഉപയോഗിച്ച് ചാരപ്രവർത്തനം നടത്തുന്ന ടീമിനുണ്ട്. അവരെയാണ് നമ്മൾ കേസ് ഓഫീസേഴ്സ് എന്ന് വിളിക്കുക. ആ കേസ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഗസ് ഹാത്തവേ ഇപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ് ഹാത്തവയുടെ മുന്നിൽ ഒരു പ്രശ്നം ഇപ്പോ നിലനിൽക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാനായി അദ്ദേഹത്തിന് NSA-യുടെയോ അല്ലെങ്കിൽ CIA-യുടെയോ സഹായം വേണം. ഈ കഥ നടക്കുന്ന സമയത്ത് NSA-യുടെ തലപ്പത്തുള്ളത് അഡ്മിറൽ ബോബി ഇൻമാൻ ആണ്. അതേസമയത്ത് CIA-യുടെ തലപ്പത്തുള്ളത് അഡ്മിറൽ സ്റ്റാൻഫീൽഡ് ടർണറാണ്. CIA-യുടെ തലവൻ ടർണറും NSA-യുടെ തലവൻ ബോബി ഇൻമാനും തമ്മിൽ ശരിക്കും ഒരു ശീത സമരം നടക്കുകയാണ്. രണ്ടുപേരുടെ ഏജൻസികളും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി US കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ആരുടെ ഏജൻസിയാണ് മെച്ചപ്പെട്ടതെന്നുള്ള തർക്കം അവർ രണ്ടുപേരും തമ്മിലുണ്ട്. CIA-യാണ് കാലങ്ങളായി ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് NSA രംഗത്ത് വരുന്നത്. NSA രംഗത്ത് വന്നതോടുകൂടി CIA അതുവരെ കൈയടക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും NSA-യുടെ ഭാഗമായി മാറി. അതിൻ്റെതായ ഒരസൽ CIA-യിലെ ഉദ്യോഗസ്ഥരും NSA ഉദ്യോഗസ്ഥരും തമ്മിൽ ഉള്ളപ്പോഴാണ് ഇവിടെ മോസ്കോയിൽ ഗസ് ഹാത്തവയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത്. കഴിഞ്ഞ വർഷം USSRന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ KGB US റിക്രൂട്ട് ചെയ്തിരുന്ന 2 അസറ്റുകളെ ചാരപ്രവർത്തനത്തിനിടയിൽ പിടികൂടിയിരുന്നു. അതിലൊരാൾ USSRന്റെ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു അലക്സാണ്ടർ ഒഗ്രോനിക്കാണ്. അലക്സാണ്ടർ ഒഗ്രോനിക്ക് പിടികൂടപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷത്തിൽ അലക്സാണ്ടറെ റിക്രൂട്ട് ചെയ്തിരുന്ന കേസ് ഓഫീസർ മാർത്ത പെറ്റേഴ്സൺ അയാളുടെ കയ്യിലേക്ക് രഹസ്യമായി ഒരു സൈനൈഡ് ഗുളിക എത്തിച്ചു. KGB-ക്കാർ ചോദ്യം ചെയ്യാനായി ഒഗോർണിക്കിന്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഒഗോർണിക് മരിച്ചു കിടക്കുന്നതാണ് അവർ കണ്ടത്. രണ്ടാമത്തെ അസറ്റ് സോവിയറ്റ് യൂണിയന്റെ മിലിറ്ററി ഇന്റലിജൻസിലെ ഓഫീസർ അനാറ്റോലി ഫിലാട്ടോവ് ആയിരുന്നു. അനാറ്റോലി ഫിലാട്ടോവിനെ അറസ്റ്റ് ചെയ്ത KGB അദ്ദേഹത്തെ വിചാരണ ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്ക് കാരണമായി KGB പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. CIA ഉദ്യോഗസ്ഥനായ വിൻസെന്റ് ക്രോക്കറ്റിന് ഫിലാറ്റോവ് സോവിയറ്റ് യൂണിയന്റെ രഹസ്യരേഖകൾ കൈമാറി എന്നതാണ് ആരോപണം. എന്തായാലും US വളരെ കാലങ്ങൾ കൊണ്ട് വളർത്തിയെടുത്ത 2 അസറ്റുകളാണ് അവർക്ക് നഷ്ടമായത്. കൊല്ലപ്പെട്ട 2 അസറ്റുമായും ബന്ധമുണ്ടായിരുന്ന കേസ് ഓഫീസേഴ്സായ മാർത്ത പെറ്റേഴ്സണും വിൻസെന്റും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ സോവിയറ്റ് യൂണിയൻ US-ലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ സംഭവമാണ് ഗസ് ഹാത്തവേ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 അസറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളും 100% രഹസ്യമായി US സൂക്ഷിക്കുന്ന കാര്യങ്ങളായിരുന്നു.
ആ രഹസ്യം എങ്ങനെയാണ് KGB അറിഞ്ഞത്? ഫോറിൻ മിനിസ്ട്രിയിലെയും അതുപോലെ മിലിറ്ററി ഇന്റലിജൻസിലെയും വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളുടെ ഭാഗമായിരുന്ന 2 അസറ്റുകളാണ് ഇപ്പോ US-ന് നഷ്ടമായിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആരോ ചോർത്തി കൊടുത്തതാണ്. അങ്ങനെ ചോർത്തിയ വ്യക്തി NSAയിലോ CIA-യിലോ പ്രധാനപ്പെട്ട ജോലികളിൽ ഉണ്ടോ എന്നൊരു സംശയമാണ് ഗസ് ഹാത്തവേക്ക് ഉള്ളത്. അഥവാ ഇനി വേറെ ഏതെങ്കിലും ശൈലിയിൽ US-ന്റെ രഹസ്യങ്ങൾ KGB ചോർത്തുന്നതാണോ? അത്തരൊരു ചോദ്യവും ഗസിന്റെ മനസ്സിലുണ്ട്. മറ്റൊരു സാധ്യതയുണ്ട്. US-ലെ ലാംഗ്ലിയിലുള്ള CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ചിലപ്പോൾ സോവിയറ്റ് യൂണിയനകത്തുള്ള അസറ്റുകളെ കുറിച്ചുള്ള രഹസ്യ വിവരം KGBക്ക് ചോർത്തി കൊടുക്കാനും സാധ്യതയുണ്ട്. ശരിക്കും NSAയും CIA-യും തമ്മിൽ ഒരു ഉരസലുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലും ചെറിയ ഉരസലുകളുണ്ട്. ആ ഉരസലുകൾ ചിലപ്പോൾ ഇതുപോലുള്ള ഒറ്റുകൊടുക്കലിൽ എത്തുകയും ചെയ്യും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഗസ് ഹാത്തവേക്ക് ഒരു പിടിയുമില്ല. പക്ഷെ എന്തോ ഒരു ലീക്ക് നടന്നതുകൊണ്ടാണ് വളരെ വിലപ്പെട്ട 2 അസറ്റുകൾ US-ന് നഷ്ടമായത്. അക്കാര്യത്തിൽ ഗസിന് സംശയമൊന്നുമില്ല. CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയതല്ല എങ്കിൽ പിന്നീടുള്ള സാധ്യത അതീവ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. US-ൽ നിന്ന് മോസ്കോ എംബസിയിലേക്ക് വരുന്ന ഫോൺ കാളുകൾ അതുപോലെ മറ്റ് സന്ദേശ സംവിധാനങ്ങൾ ഒക്കെ KGB ഇടയ്ക്ക് വെച്ച് ചോർത്തുന്നുണ്ട്. ശരിക്കും രഹസ്യ ശൈലിയിലാണ് ഇൻഫർമേഷൻ CIA-യിൽ നിന്നോ NSAയിൽ നിന്നോ മോസ്കോ എംബസിയിലുള്ള ആ കേസ് ഓഫീസേഴ്സിലേക്ക് എത്തുന്നത്. പക്ഷേ ആ വിവരം വഴിക്ക് വെച്ച് KGB ചോർത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അപകടമുണ്ട്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് KGB വിവരങ്ങൾ ചോർത്തുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതല്ലാതെ ഒരു സാധ്യത ഉള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ട മാർത്ത പെറ്റേഴ്സണോ വിൻസെന്റോ അവരുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. അസറ്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ എന്തെങ്കിലും സന്ദേശങ്ങളോ സ്വീകരിക്കുന്ന സമയത്ത് മാർത്ത പെറ്റേഴ്സൺ ആണെങ്കിലും വിൻസെന്റ് ആണെങ്കിലും പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അസറ്റിനെ അവർ കാണാൻ പോകുമ്പോഴും തിരിച്ച് എംബസിയിലേക്ക് മടങ്ങുമ്പോഴും അനവധി ബൈ റൂട്ടുകൾ ഉപയോഗിക്കണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രോട്ടോകോളാണ്. ഒരു കാരണവശാലും എംബസിയിൽ നിന്ന് നേരെ അസറ്റിന്റെ അടുത്തേക്ക് പോകാനോ അസറ്റിന്റെ അടുത്ത് തിരിച്ച് എംബസിയിലേക്ക് വരാനോ പാടില്ല. ബൈ റൂട്ടുകൾ ഇഷ്ടംപോലെ ഉപയോഗിക്കണം. അവരെ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരും അസറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടായതായി കണ്ടുപിടിക്കാൻ പാടില്ല. ആ നിർദ്ദേശത്തെ മാർത്ത പെറ്റേഴ്സണോ വിൻസെന്റോ മറികടന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മാർത്ത പെറ്റേഴ്സനെയും അതുപോലെ വിൻസെന്റിനെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ 2 പേരും ആ ആരോപണത്തെ നഖശികാന്തം എതിർക്കുകയായിരുന്നു. മാർത്ത പെറ്റേഴ്സൺ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ്. മാർത്ത പെറ്റേഴ്സണാണ് ആദ്യമായി US റിക്രൂട്ട് ചെയ്ത് മോസ്കോയിൽ ഡിപ്ലോയ് ചെയ്ത ചാരവനിത. പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു മേഖലയിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നത് മാർത്ത പെറ്റേഴ്സന്റെ രൂപത്തിലാണ്. ആ മാർത്ത പെറ്റേഴ്സണാണ് ഇപ്പോൾ അറസ്റ്റിലാവുകയും US-ലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഫോറിൻ മിനിസ്റ്ററിൽ ഉണ്ടായിരുന്ന അലക്സാണ്ടർ ഒഗ്രോണ്ടിക് ഒരു ഫീമെയിൽ കേസ് ഓഫീസറാണ്. അയാളുമായി കണക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും KGBക്ക് അയാൾ സംശയം ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് മാർത്ത പെറ്റേഴ്സൺ അയാളെ സമീപിച്ചപ്പോൾ അയാൾ വിദേശകാര്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ മാർത്തയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറായത് തന്നെ. അയാൾ മാർത്തയെ പരിചയപ്പെട്ടത് മുതൽ USSRന്റെ രഹസ്യരേഖകൾ വളരെ സമർത്ഥമായി മാർത്തയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല അയാൾ അറസ്റ്റിലാകുമെന്ന്. ഗസ് ഹാത്തവേയുടെ മുന്നിൽ ഇപ്പോ അനവധി പോസിബിലിറ്റിയാ ഉയരുന്നത്. ഒന്ന്, മാർത്ത പെറ്റേഴ്സണും വിൻസെന്റും രഹസ്യം സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. രണ്ടാമത്തെ കേസ് CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മോസ്കോയിലേക്ക് അയച്ച ഏതെങ്കിലും മെസ്സേജുകൾ ടെലിഫോൺ കോളുകൾ KGB ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തതാണ്. മൂന്നാമത്തെ സാധ്യത KGBക്ക് തന്നെ CIA-യിലെ ബന്ധപ്പെട്ട ആളുകൾ രഹസ്യം ചോർത്തി കൊടുത്തതാണ്. നാലാമത്തെ സാധ്യത പൂർണ്ണമായും US എംബസിയുമായി ബന്ധപ്പെട്ടാ നിൽക്കുന്നത്. US എംബസി ഒരു കൂറ്റൻ കെട്ടിടമാണ്. ആ കെട്ടിടം US-ന്റെ അധീനതയിലാണെങ്കിലും ആ കെട്ടിടം നിർമ്മിച്ചത് സ്വാഭാവികമായും സോവിയറ്റ് യൂണിയനിലെ കൺസ്ട്രക്ഷൻ കമ്പനികളാണ്. ആ കെട്ടിടവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അനവധി ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമാറ്റുകളെല്ലാം US-ൽ നിന്നാണ്. പക്ഷേ കാർ ഡ്രൈവർമാർ, ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾ, ഇലക്ട്രിക്കൽ പണി ചെയ്യാൻ വരുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങിയുള്ള മിക്കവാറും എല്ലാ ജോലികളും ചെയ്യുന്നത് റഷ്യക്കാരാണ്. ആ റഷ്യക്കാരുടെ കൂട്ടത്തിൽ KGBയുടെ ചാരന്മാർ ഉണ്ടോ? അതാണ് ചോദ്യം. എപ്പോഴും ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പ്രവേശനമുള്ള ആ ജീവനക്കാർ വഴി എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഗസ് ഹാത്തവേക്ക് അത്തരത്തിലൊരു സംശയവുമുണ്ട്. അങ്ങനെ കരുതുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. US എംബസിയിലെ അംബാസഡർക്കും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനും മാത്രമാണ് ആരൊക്കെയാണ് കേസ് ഓഫീസേഴ്സ് എന്ന് അറിയാവുന്നത്. US എംബസിയിൽ ധാരാളം ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരിൽ ആരാണ് CIA റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആള്, ആരാണ് NSA റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആളെന്ന്
അംബാസഡർക്കും അയാളുടെ ഡെപ്യൂട്ടിക്കും മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന സാധാരണ ഡ്രൈവർമാരും ക്ലീനേഴ്സും മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരും പാചകവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളും വയറിംഗ് ജോലിക്ക് വരുന്ന ആളുകളും ഒന്നും തന്നെ കേസ് ഓഫീസേഴ്സിനെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? കൃത്യമായും കേസ് ഓഫീസേഴ്സായ മാർത്ത പെറ്റേഴ്സനെയും അതുപോലെ വിൻസെന്റിനെ തിരിച്ചറിഞ്ഞ് അവരെ ഫോളോ ചെയ്ത് അസറ്റുകളുമായി അവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ അസറ്റുകളെ KGB പൊക്കിയിരിക്കുകയാണ്. വളരെ വളരെ വ്യക്തമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ ശൈലിയിലുള്ള ഒരു അറസ്റ്റ് നടന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ എംബസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് KGBക്ക് കിട്ടിയിട്ടുണ്ടാകണം. അത് എന്ത് സപ്പോർട്ട്? അതാണ് ഗസ്റ്റിന് ഇതുവരെ അങ്ങോട്ട് മനസ്സിലാവാത്തത്. കഴിഞ്ഞ വർഷം മാർത്ത പെറ്റേഴ്സനെയും അവളുടെ അസറ്റിനെയും KGB പൊക്കുന്നതിന് ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് അംബാസഡർ മാൽക്കം ടൂൺ യാദൃശ്യവശാൽ ലിഫ്റ്റിൽ വെച്ച് സംഭാഷണ മധ്യേ മാർത്ത പെറ്റേഴ്സൺ CIAക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നെന്ന് കൂടെ നിന്ന ആളോട് പറയുകയുണ്ടായി. കൂടെ നിന്നത് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയാണ്. ഡെപ്യൂട്ടിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ആ വിവരം സംസാരിക്കാൻ പാടില്ലാത്ത ഒരു വെന്യൂവിൽ വെച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അംബാസഡറും ഡെപ്യൂട്ടിയും മാത്രമാണ് ആ ലിഫ്റ്റിൽ ഉള്ളതെങ്കിലും ആ ലിഫ്റ്റിന് ചിലപ്പോ കാതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലിഫ്റ്റിൽ വെച്ച് തികച്ചും യാദൃശ്യവശാൽ അംബാസഡർ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയോട് മാർത്ത പെറ്റേഴ്സിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ CIA കടന്നു വന്നതാണ്. അത് KGB അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ആ ലിഫ്റ്റിനകത്ത് വെച്ചുള്ള എന്ത് സംഭാഷണവും KGB അറിയുന്നുണ്ടാകും. അതിനുവേണ്ടിയുള്ള ബഗ്സ് ആ ലിഫ്റ്റിൽ എമ്പാടും KGB നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ചിന്തയും ഇപ്പോ ഗസ് ഹാത്തവേയുടെ മനസ്സിലുണ്ട്. മാർത്ത പെറ്റേഴ്സൺ CIA ആണെന്നുള്ള കാര്യം KGB അറിഞ്ഞതുകൊണ്ടാണ് മാർത്തയെ അവർ കൃത്യമായി ഫോളോ ചെയ്തതും അലക്സാണ്ടറയും മാർത്തയും കൂടി പിടികൂടുന്നത്. മാർത്ത CIA ഏജന്റ് ആണെന്ന് ഒരേ ഒരു തവണ മാത്രമാണ് ആ എംബസിയിൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചിട്ടുള്ളത്. അത് ആ ലിഫ്റ്റിൽ വെച്ച് അംബാസഡർ മാൽക്കം ടൂൺ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും തോറും ഗസ് ഹാത്തവേക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവുകയാണ്. ആ എംബസിയുടെ 7ാമത്തെ നില മുതൽ മുകളിലോട്ടുള്ള നിലകളിലേക്കുള്ള എല്ലാ ലിഫ്റ്റുകളും ശരിക്കും സെക്യൂരിറ്റി ചെക്കിങ്ങിന് വിധേയമായതാണ്. ആ ലിഫ്റ്റുകളിൽ ഒരു തരത്തിലുമുള്ള ഇലക്ട്രോണിക് ബഗ്സുകളും ഇല്ല എന്ന് കൃത്യമായിട്ടും CIAയും NSAയും ഉറപ്പാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അത്തരം സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ലിഫ്റ്റിൽ വെച്ചാണ് മാൽക്കം ടൂൺ മാർത്തയെക്കുറിച്ച് ഡെപ്യൂട്ടിയോട് സംസാരിക്കുന്നത്. അതായിരിക്കുമോ മാർത്ത പിടിക്കപ്പെടാനുള്ള കാരണം? ഗസ് ഹാത്തവേ തന്റെ മുന്നിലുള്ള ഫയലിൽ ആ കാരണവും എഴുതി ചേർത്തു. എന്തുകൊണ്ട് KGB മാർത്തയും വിൻസെന്റിനെയും പോക്കി? അതിന്റെ കാരണം അറിയണമല്ലോ. ഗസ് ഹാത്തവേ അനവധി കേസ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവരുടെ സുരക്ഷിതത്വമാണ് US-ന്റെ റഷ്യ എന്നുള്ള സകല രഹസ്യങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്. അവർ പിടിക്കപ്പെട്ടു തുടങ്ങിയാൽ പിന്നീട് ആരും തന്നെ US-ന് വേണ്ടി രഹസ്യങ്ങൾ ചോർത്താൻ തയ്യാറാകത്തില്ല. 1930കളിൽ US എംബസി ആയിരുന്ന ബിൽഡിംഗിൽ നിന്ന് US ഈ ബിൽഡിംഗിലേക്ക് മാറിയത് 53-ലാണ്. 53-ൽ ഈ പുതിയ ബിൽഡിംഗിലേക്ക് അവർ മാറുമ്പോൾ പഴയ ബിൽഡിംഗ് വിശദമായ പരിശോധനയ്ക്ക് അവർ വിധേയമാക്കിയപ്പോൾ ശരിക്കും US-നെ ഞെട്ടിച്ച 100 കണക്കിന് ബഗ്സ് ആണ് അവർ കണ്ടുപിടിച്ചത്. ചുവരുകളിൽ ഒളിച്ചു വെക്കുന്ന ചെറിയ റേഡിയോ ട്രാൻസ്മിറ്ററുകൾ ഇഷ്ടംപോലെ ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. പുതിയ എംബസിയിലേക്ക് മാറുന്നതിന് തൊട്ട് മുമ്പ് 1951-ൽ കുറച്ച് സ്കൂൾ കുട്ടികൾ അംബാസഡറെ കാണാനായി ആ എംബസിയിൽ വന്നിരുന്നു. പോകാൻ നേരത്ത് ആ സ്കൂൾ കുട്ടികൾ അദ്ദേഹത്തിന് മനോഹരമായ ഒരു സീല്, ഒരു സമ്മാന നിലയിൽ നൽകിയിരുന്നു. ശരിക്കും കണ്ടാൽ രസമുള്ള ഒരു സീലാണ് കുട്ടികൾ അദ്ദേഹത്തിന് കൊടുത്തത്. ആ സീല് ഒരു അടിപൊളി റേഡിയോ ട്രാൻസ്മിറ്റർ ആയിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അംബാസഡറുടെ ഓഫീസ് അത് കണ്ടുപിടിക്കുന്നത്. ഈ സമയത്ത് അംബാസഡർ ഭാര്യ പറഞ്ഞ ഒരു വാചകം ആ കാലഘട്ടത്തിൽ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മോസ്കോയിൽ തണുപ്പ് കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുറി ചൂടാക്കാനായി ധാരാളം വിറകും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഗ്യാസ് ഉപയോഗിച്ച് ചൂടാക്കുന്ന പോലെ അതിനൊരു ഫയർ പ്ലേസ് ഉണ്ട്. ആ ഫയർ പ്ലേസിനകത്ത് പോലും ഇഷ്ടംപോലെ ബഗുകൾ പിടിപ്പിച്ചിരുന്നു എന്നാണ് അംബാസഡർ ഭാര്യ പിന്നീട് റിപ്പോർട്ട് ചെയ്തത്. ആ വീടിനുള്ളിൽ സംഭാഷണം നടക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ബഗുകളുടെ വൻ ശേഖരമാണ് USSR ഒളിപ്പിച്ചിരുന്നത്. ആ വാർത്തകൾ ഇപ്പോ ഗസ് ഹാത്തവേയുടെ മുന്നിലുണ്ട്. US എംബസിയുടെ പുതിയ ബിൽഡിംഗിൽ അതുപോലെ ബഗ്സ് USSR ഒളിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ ഗസ് ഹാത്തവേയുടെ മുന്നിലുള്ള മറ്റൊരു ചോദ്യം. അങ്ങനെ ചുവരുകൾക്ക് ചെവിയുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും KGB അറിയാൻ സാധ്യതയുണ്ട്. ധാരാളം ഫോൺ കോളുകൾ എല്ലാ ദിവസവും US എംബസിയിലേക്ക് വരും. US-ൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കോളുകൾ വരും. ആ കോളുകളിൽ സംസാരിക്കുന്ന വിവരം ചുവരുകൾ അതുപോലെ പിടിച്ചെടുത്ത് KGB-യിലേക്ക് എത്തിക്കുകയാണെങ്കിൽ
പിന്നെ എന്ത് രഹസ്യമാണ് US അവിടെ സൂക്ഷിക്കാൻ പറ്റുക? രണ്ടാമത്തെ കേസ്, US എംബസിയിൽ പല ആളുകളും ഉദ്യോഗസ്ഥരെ കാണാൻ വരും. അവർ തമ്മിലുള്ള സംഭാഷണവും ശിവരുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. ഇപ്പോ ഗസ് ഹാത്തവയുടെ മുന്നിൽ ഒരുപാട് പോസിബിലിറ്റീസ് വന്ന് നിൽക്കുകയാണ്. ഏത് ശൈലിയിലാണ് US എംബസിയിലെ ആ 2 ഉദ്യോഗസ്ഥർ പിടിക്കപ്പെട്ടതും അവരുടെ അസറ്റുകൾ കൊല്ലപ്പെട്ടതെന്ന് അറിയേണ്ടത് ഗസ് ഹാത്തവയ്ക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗസ് ഹാത്തവേ സകല വിധത്തിലുള്ള പോസിബിലിറ്റീസും അരിച്ചു പറക്കി നോക്കുകയാണ്. KGB മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് US എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആ ഉദ്യോഗസ്ഥർക്കുള്ളത്. എങ്ങനെയാണ് KGB മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് എംബസിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ എന്തോ നടക്കുന്നു എന്നൊരു അഭിപ്രായം അംബാസഡർക്കുണ്ട്. അതിന്റെ കാരണം അംബാസഡർ വാൾട്ടർ സ്റ്റോസലിനുണ്ടായ ചില അസുഖങ്ങളാണ്. അസുഖബാധിതനായി അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ മൈക്രോവേവ് റേഡിയേഷൻ ആകാം അദ്ദേഹത്തിന്റെ അസുഖത്തിന് കാരണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. മൈക്രോവേവ് റേഡിയേഷൻ തന്റെ അസുഖത്തിന് കാരണമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ അംബാസഡർ അക്കാര്യം റഷ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് മാത്രമല്ല വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ അക്കാര്യം പറയുകയും ചെയ്തു. റഷ്യയിൽ വന്നതിന് ശേഷം ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. പരിശോധിച്ച ഡോക്ടേഴ്സ് പറയുന്നത് ശരീരത്തിൽ മൈക്രോവേവ് റേഡിയേഷൻ ഏറ്റിട്ടുണ്ടെന്നാണ്. അങ്ങനെ അംബാസഡർ പറഞ്ഞപ്പോൾ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ശരിക്കും ഒരു അതിശയമുള്ളതുപോലെയാണ് അവരുടെ മുഖഭാവം പറഞ്ഞത്. എന്തായാലും ഇത് ഗസ് ഹാത്തവേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ അംബാസഡറുടെ അസുഖത്തിനും മറ്റു ചില സ്റ്റാഫുകളുടെ അസുഖത്തിനും കാരണമായി എന്നുള്ള കാര്യം വീണ്ടും വായിച്ച ഗസ്സിന് ഇപ്പൊ ഒരു സംശയം. ഇനി മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് എംബസിയിൽ നിന്ന് സത്യമായിട്ട് KGB വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഉപകരണം എംബസിയിൽ എവിടെയായിരിക്കും അവർ ഒളിപ്പിച്ചിരിക്കുക? അതൊരു ചോദ്യമാണ്. US എംബസിയിൽ CIAയുടെ ഓഫീസും NSAയുടെ ഓഫീസും അംബാസഡർ ഓഫീസൊക്കെ മുകളിലത്തെ നിലകളിലാണ്. അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത് റീജിയണൽ സെക്യൂരിറ്റി ഓഫീസാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. റീജിയണൽ സെക്യൂരിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എംബസിയുടെ 5ാമത്തെ നിലയിലാണ്. 5ാമത്തെ നിലയിൽ അവരുടെ ഓഫീസിന്റെ തെക്ക് ഭാഗത്ത് ഒരു ചിമ്മിനി ഉണ്ട്. ആ ചിമ്മിനിക്കുള്ളിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ ചുമതല വഹിക്കുന്ന ആ ലേഡി ഓഫീസർക്ക് തോന്നിയപ്പോൾ അവർ അക്കാര്യം അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തു. ഒരു വലിയ ചിമ്മിനിയാണ്. ചിമ്മിനിയുടെ മുകളിൽ കൂടി പക്ഷികൾ പറന്നിറങ്ങി അകത്ത് കൂട് വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ചിമ്മിനിക്കുള്ളിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നതെന്ന് RSO പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ആളുകളൊക്കെ അഭിപ്രായം പറയുകയും ചെയ്തു. എന്തായാലും അതൊന്ന് പരിശോധിക്കാനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. മറൈൻ ഗാർഡ്സിനോടാണ് ചിമ്മിനി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടത്. അവർ ചിമ്മിനിയുടെ മുകൾ ഭാഗത്ത് കയറിയിട്ട് നല്ല പ്രകാശമുള്ള ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ചിമ്മിനിക്കുള്ളിലേക്ക് അടിച്ചു. ശരിക്കും പ്രകാശമുള്ള ആ ടോർച്ച് ഉപയോഗിച്ച് ചിമ്മിനിയുടെ മുകളിൽ നിന്ന് താഴേക്ക് അടിച്ച് പരിശോധിച്ച മറൈൻ ഗാർഡുകൾക്ക് അകത്ത് പക്ഷികളെയോ പക്ഷിക്കൂടിനെയോ കാണാനേ പറ്റിയില്ല. പക്ഷെ മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചിമ്മിനിക്കകത്ത് ചൂടാക്കാനുള്ള ഒരു ഫയർ പ്ലേസും ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ കണ്ടെത്തിയ കാര്യം. സാധാരണ ചിമ്മിനി ഉണ്ടാക്കി വെക്കുന്നത് പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. പുക പുറത്തേക്ക് പോകണമെങ്കിൽ അകത്ത് തീ എന്തെങ്കിലും കത്തിക്കണം. തീ കത്തിക്കാനുള്ള ഒരു സംവിധാനവും ആ ചിമ്മിനിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ആ ചിമ്മിനി അവിടെ അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്? ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലേക്ക് വരികയാണ്. ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് ആ ചിമ്മിനി പരിശോധിച്ചപ്പോൾ അത് ഒരു ചിമ്മിനിയെ അല്ല എന്നതാണ് അവർ തിരിച്ചറിഞ്ഞത്. അതൊരു വേക്കന്റ് പ്ലേസ് ആയിരുന്നു. ആ വേക്കന്റ് പ്ലേസ് മുകളിലേക്ക് കെട്ടി അടച്ച് ചിമ്മിനി പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്തിന് ആ വേക്കന്റ് പ്ലേസ് ചിമ്മിനി പോലെ കെട്ടി അടയ്ക്കണം? 1953 വരെ ആ ബിൽഡിംഗ് KGBയുടെ കയ്യിലായിരുന്നു. KGBക്ക് അറിയാം ആ ബിൽഡിംഗ് US എംബസി ഏറ്റെടുക്കാൻ പോവുകയാണെന്ന്. US എംബസി ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ആ വേക്കന്റ് സ്ഥലം ചിമ്മിനി രൂപത്തിലേക്ക് KGB കൺവേർട്ട് ചെയ്തത്. KGB ആ ചിമ്മിനി അവിടെ അങ്ങനെ നിർമ്മിച്ചത് US എംബസിയിലെ രഹസ്യങ്ങൾ ചോർത്താനുള്ള സംവിധാനങ്ങൾ ചേർത്ത് വെച്ചാണോ? അതാണ് കാതലായ ചോദ്യം. സോവിയറ്റ് യൂണിയനെ കുറിച്ചും KGBയെ കുറിച്ചും വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ള US എംബസിയിലെ ഉദ്യോഗസ്ഥർക്കും CIAയ്ക്കും NSAയ്ക്കും ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെറുതെ കെട്ടിടത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ചിമ്മിനി അവിടെ അങ്ങനെ KGB നേതൃത്വം കൊടുത്ത് കെട്ടിവെക്കത്തില്ല. അക്കാര്യത്തിൽ അവർക്ക് 100% ഉറപ്പാണ്. ഗസ് ഹാത്തവേ ചിമ്മിനി അല്ലാത്ത ചിമ്മിനിയുടെ രഹസ്യം കണ്ടുപിടിക്കാനായി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള CIAയുടെയും RSOയുടെയും ഉദ്യോഗസ്ഥരെ ആ ദൗത്യത്തിനു വേണ്ടി നിയോഗിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴാണ്. ചിമ്മിനിയുമായി ചേർന്നിരിക്കുന്ന ബിൽഡിംഗ്
എംബസിയിലെ സ്റ്റാഫുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. അവിടെ നിന്ന് KGBക്ക് ചോർത്താൻ പറ്റുന്ന രഹസ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതാണ് സത്യം. എന്നാലും ആ ചിമ്മിനിയെ കുറിച്ചുള്ള സംശയം ഉള്ളതുകൊണ്ട് ഗസ് ഹാത്തവേ ആവശ്യപ്പെട്ട പ്രകാരം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആ ചിമ്മിനി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ടീം മോസ്കോയിലേക്ക് തിരിച്ചു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആ എക്സ്പെർട്ടുകളുടെ ടീം മോസ്കോയിലേക്ക് തിരിച്ചതും US എംബസിയിൽ ഒരു അപകടം ഉണ്ടാവുകയാണ്. US എംബസി തീപിടിച്ചു. US എംബസിയുടെ മുകൾ ഭാഗം മുഴുവൻ കത്തുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ആ തീ അണയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എംബസിയുടെ ദൗത്യം ആ തീ എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നതിലേക്കായി. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വിളിച്ചു വരുത്തപ്പെട്ട ആ എക്സ്പെർട്ടുകളുടെ ലക്ഷ്യം ആകെ മാറുകയാണ്. ചിമ്മിനി പരിശോധനയിൽ നിന്ന് അവരുടെ ലക്ഷ്യം എംബസിക്ക് എങ്ങനെ തീ പിടിച്ചു എന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് മാറി. അതിന്റെ കാരണം തീ പിടിച്ച സമയത്ത് തീ അണയ്ക്കാനായി എത്തിയ ഫയർ ഫൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് NSAയും CIA തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഫയർ ഫൈറ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും KGB ഏജന്റുകളാണെന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് ലീക്കായി കിട്ടിയതും ഒരു അപകടം US എംബസി മണക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് US എംബസിക്ക് തീ പിടിക്കുന്നു. തീ അണയ്ക്കാനായി ഇഷ്ടംപോലെ അഗ്നിശമന സേനാ വിഭാഗത്തിലെത്തുന്നു. ആ സേനാ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെയും KGB ഏജന്റുമാരായിരിക്കുക. ആ KGB ഏജന്റുമാരാണ് കെട്ടത്തിനകത്തേക്ക് ഇരച്ചു കയറിയത്. അഗ്നിശമന വിഭാഗക്കാർ കെട്ടത്തിനകത്തേക്ക് ഇരച്ചു കയറുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ആളുകളെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യും. ആളുകളെ ഒഴിപ്പിച്ചു കഴിയുമ്പോൾ ആ കെട്ടത്തിൽ ബാലൻസ് ഉണ്ടാകുക അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എന്ന് പറഞ്ഞാൽ US എംബസിയിൽ തീ അണയ്ക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് KGBക്കാരായിരുന്നു എന്നാണ്. ആ കാര്യം അറിഞ്ഞപ്പോൾ US അംബാസിഡർക്ക് ഉൾപ്പെടെ സകലർക്കും ശരിക്കും സംശയം ഉണ്ടാവുകയാണ്. തീ ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞപ്പോൾ വളരെ സിമ്പിളായ ഒരു കാരണം കൊണ്ടാണ് തീ ഉണ്ടായിരിക്കുന്നത്. ഒരു വയർ ശരിക്കും ദ്രവിച്ചിരുന്നു. ആ വയർ ഷോർട്ടായി തീ കത്തിയതാണ്. ഇപ്പോഴാണ് വയറിന്റെ പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ വരുന്നത്. ആ കാലഘട്ടത്തിൽ തുണിയുള്ള കോട്ടിംഗാണ് ഉള്ളത്. US എംബസിയിലെ ഒട്ടുമുക്കാൽ വയറിംഗും ഒക്കെ പ്ലാസ്റ്റിക് കോട്ടിങ്ങിലായിരുന്ന അതേ സമയത്ത് തന്നെ ചില സ്ഥലത്ത് തുണി കൊണ്ടുള്ള കോട്ടിങ്ങുള്ള വയർ ഉപയോഗിച്ചിരുന്നു. ആ തുണി കൊണ്ടുള്ള കോട്ടിങ്ങുള്ള വയർ ദ്രവിച്ചിരിക്കുകയായിരുന്നു. അതാണ് കത്തിയത്. ഒരു മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഈ ദ്രവിച്ച വയർ കത്തിയാണ് അത്രയും വലിയ തീപിടുത്തം ഉണ്ടായെന്നുള്ള കാര്യം എംബസി സ്ഥിരീകരിക്കുന്നത്. ഇതിനിടയിൽ ചിമ്മിനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു മാസം പെൻഡിംഗ് ആയിരിക്കുകയാണ്. മോസ്കോയിലുള്ള തന്റെ അസറ്റുകൾ സംരക്ഷിക്കപ്പെടണം. അവരുമായി കണക്ട് ചെയ്യുന്ന കേസ് ഓഫീസേഴ്സിന്റെ ജീവൻ രക്ഷിക്കുകയും വേണം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട് ഗസ് ഹാത്തവേ വീണ്ടും ചിമ്മിനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കാനായി RSAയോട് ആവശ്യപ്പെട്ടു. റീജിയണൽ സെക്യൂരിറ്റി ഓഫീസറോട് അടിയന്തരമായി ആ ചിമ്മിനിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായി ഗസ് ഹാത്തവേ ആവശ്യപ്പെടുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. CIA തലവൻ ടർണർ വളരെ നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടർണറും പ്രസിഡന്റ് ജിമ്മി കാർട്ടറും ഒന്നിച്ച് US നേവൽ അക്കാഡമി പഠിച്ച ആളുകളാണ്. തന്റെ സുഹൃത്തു കൂടിയായ ടർണറെ ജിമ്മി കാർട്ടർ CIA തലപ്പത്ത് വെച്ചപ്പോൾ ടർണർക്ക് വല്ലാത്തൊരു അധികാരം ലഭിച്ചു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ടർണർ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. US-ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നത് ഒന്ന് മനുഷ്യർ വഴിയാണ്, അതായത് ചാരന്മാർ വഴി. രണ്ടാമത് സാറ്റലൈറ്റ് വഴി. മൂന്നാമത് ടെക്നോളജി ഉപയോഗിച്ച്. ടർണർ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. മനുഷ്യരെ ഉപയോഗിച്ച് ചാരപ്രവർത്തനം നടത്തുന്നത് പരമാവധി ഒഴിവാക്കാനാണ് ടർണറുടെ തീരുമാനം. 4000-ഓളം കേസ് ഓഫീസേഴ്സും 4000-ഓളം അസറ്റുകളുമാണ് ലോകത്തെമ്പാടുമായി CIAക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് 200 ആളുകളെയാണ് ഒറ്റയടിക്ക് ടർണർ പിരിച്ചുവിട്ടത്. 1977 ഒക്ടോബർ 31 ടർണർ ആ ഉത്തരവ് ഇറക്കിയത്. അതിനെ വിളിക്കുക ഹാലോവിൻ കൂട്ടക്കൊല എന്നാണ്. ശരിക്കും 200 ആളുകളെ CIA ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. വളരെ വലിയ ബഹളം തന്നെ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധിപ്പിച്ചുണ്ടായി. കേസ് ഓഫീസേഴ്സ് സാധാരണഗതിയിൽ അവര് കേസ് ഓഫീസേഴ്സ് ആണെന്നുള്ള വിവരം പ്രസിദ്ധീകരിക്കാറില്ല, പബ്ലിക് ആക്കാറില്ല. രഹസ്യമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷെ ആ 200 കേസ് ഓഫീസേഴ്സ് പെട്ടെന്ന് പിരിച്ചുവിട്ടപ്പോൾ അവർ പബ്ലിക്കായി പ്രതികരിച്ചു തുടങ്ങിയപ്പോഴാണ് പത്രങ്ങൾ വഴി ആളുകളൊക്കെ വിവരം അറിയുന്നത്. ഇവരാണ് CIAക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്താനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ. ആ ഉദ്യോഗസ്ഥർ CIAക്ക് വേണ്ടി രഹസ്യം ചോർത്തുന്നതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നിരവധി നടപടികൾക്ക് നേതൃത്വം വഹിച്ച ആളുകളുമാണ്. ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിരുന്നു അവർ കാരണം. ഇതൊക്കെ പത്രങ്ങളിൽ വാർത്തയായി വന്നു. ജിമ്മി കാർട്ടർ വാട്ടർഗേറ്റ് സംഭവത്തിന് ശേഷമാണ് US പ്രസിഡന്റ് ആവുന്നത്.
വാട്ടർഗേറ്റ് സംഭവം US-നെ ആകെ പിടിച്ചുലച്ച വിഷയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ ജിമ്മി കാർട്ടർ തീരുമാനിച്ചതുകൊണ്ടാണ് ജിമ്മി കാർട്ടർ സുഹൃത്തു കൂടിയായ ടർണറെ CIA ഏൽപ്പിച്ചത്. ടർണർ ഒരു പൊളിച്ചെഴുത്ത് തന്നെ CIA തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇനി CIA ചാരന്മാരെ റിക്രൂട്ട് ചെയ്യില്ല എന്നുള്ള ടർണറുടെ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഗസ് ഹാത്തവേ. പക്ഷെ ഗസ് ഹാത്തവേക്ക് അറിയാം, ടെക്നോളജിയേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നത് മനുഷ്യരെയാണ്. മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന അത്രയും രഹസ്യങ്ങൾ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതാണ് ഗസ് ഹാത്തവേയുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഗസ് ഹാത്തവേ ടർണറെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കഥ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും ആളുകളെ റിക്രൂട്ട് ചെയ്യണം. ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അസറ്റുകളെ നിലനിർത്താനുമുള്ള ഫണ്ട് ലഭിക്കേണ്ടത് സ്വാഭാവികമായിട്ട് CIA എന്നാണ്. ആ ഫണ്ട് കട്ട് ചെയ്യാനാണ് ടർണറുടെ തീരുമാനം. അങ്ങനെ കട്ട് ചെയ്താൽ കാലങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ മുഴുവൻ അസറ്റുകളും പെട്ടെന്ന് ഔട്ടാവും. ഒരിക്കൽ അസറ്റുകൾക്കുള്ള ധനസഹായം നിന്നാൽ സിസ്റ്റത്തിൽ നിന്ന് അവർ മാറിപ്പോയാൽ പിന്നീട് അവരെ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അക്കാര്യം ഗസ് ഹാത്തവയ്ക്ക് അറിയാം. പക്ഷെ ടർണർ രണ്ട് കൽപ്പിച്ചാണ്. ഇനി ചാരന്മാർ വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ആ അഭിപ്രായം മാറ്റാൻ എന്തുകൊണ്ട് മാർഗമെന്ന് ആലോചിച്ചപ്പോഴാണ് ചിമ്മിനി ഒരു വിഷയമായി ഹാത്തവയുടെ മനസ്സിലേക്ക് വന്നത്. ആ ചിമ്മിനിയിൽ എന്താണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. USSRും അമേരിക്കയും ചാരപ്രവർത്തനത്തിന്റെ ഏതാണ്ട് ഉത്തംഗ ശൃംഖത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ശരിക്കും ത്രില്ലടിപ്പിക്കുന്നതാണ് മോസ്കോയിലെ ചാരന്റെ കഥ. ആ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലൈഫിൽ നിന്ന് മോസ്കോയിലെ ചാരന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്തു തുടങ്ങാം. താങ്ക് യു.